നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. അളഗപ്പനഗർ പഞ്ചായത്തിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ആഴ്ചകളായി വഴിയരികിൽ കൂട്ടിയിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈദ്യശാല സെന്ററിൽ പ്രതിഷേധ സമരം നടത്തി. പൊതുമരാമത്ത് KSEB തർക്കത്തെ തുടർന്ന് നന്ദിക്കര മാപ്രാണം റോഡിന്റെ നിർമ്മാണം പ്രതിസന്ധിയിലെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി BJP. ഒരു മാസത്തിനിടെ 2 തവണ അടച്ച കുഴി ശക്തമായ മഴയിൽ വീണ്ടും തുറന്നു. നവീകരിച്ച കൊടകര കോടാലി റോഡിലെ നെല്ലിപ്പറമ്പിലാണ് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മറ്റത്തൂർക്കുന്ന് ആറ്റപ്പള്ളി റോഡിലും കുഴികൾ നിറയുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ കൊടകര പഞ്ചായത്തിലെ വല്ലപ്പാടിൽ നിർമ്മിക്കുന്ന ഷീ വർക്ക് സ്പേസിന്റെ നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന ആരോപണവുമായി കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. അളഗപ്പനഗർ പഞ്ചായത്തിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ആഴ്ചകളായി വഴിയരികിൽ കൂട്ടിയിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണമ്പേട്ട യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യശാല സെന്ററിൽ പ്രതിഷേധ സമരം നടത്തി. മാലിന്യത്തിൻ പേര് പറഞ്ഞ് വ്യാപാരികളെ കൊള്ളയടിക്കും. ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. KP ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം കൺവീനർ രഞ്ജിമോൻ, ട്രഷറർ ഡേവിസ് വില്ലടത്തുകാരൻ, യൂണിറ്റ് സെക്രട്ടറി K ശേഖരൻ, ട്രഷറർ തോമസ് എന്നിവർ പ്രസംഗിച്ചു. K ശേഖരൻ, KP ജെയ്സൺ, തോമസ്, ടൈറ്റസ്, ആനന്ദ് എന്നിവർ നേതൃത്വം നൽകി. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ന്യായമായ രീതിയിൽ ലൈസൻസ് എടുക്കുമ്പോൾ അതിനൊരു ഫീസ്, അതിന് പുറമെ പ്ലാസ്റ്റിക്കിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു കൊല്ലം 1200 രൂപ കൊടുത്തില്ലെങ്കിൽ ഇതോടൊപ്പം തന്നെ ലീഗൽ മെട്രോളജിയിലെ വേറെ ഫീസ്, അതുപോലെ തന്നെ ലേബർ ആക്ട് പ്രകാരം മാലിന്യങ്ങൾ ദീർഘകാല 10-12 ദിവസമായി ഈ മതിലിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചാക്കിൽ കൂട്ടിവെച്ചിരിക്കുന്നു. അതുപോലെ നമുക്കറിയാം, ഇന്നിപ്പോൾ എല്ലാ വീടുകളിലും നമ്മുടെ പബ്ലിക്കിനായിട്ട് ആശാവർക്കർമാർ വന്നുകൊണ്ട് അതുപോലെ ചട്ടിയിൽ വെള്ളം നിൽക്കരുത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ചട്ടിയിൽ വെള്ളം നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പകർച്ചവ്യാധികൾ പെരുകുന്ന ഈ കാലഘട്ടത്തിലാണ് ഇതുപോലെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ കൊണ്ടുപോകാതെ തന്നെ 100 രൂപ നിർബന്ധമായി ഗുണ്ടാപിരിവ് പോലെ, വന്നില്ലെങ്കിൽ നിങ്ങൾ ലൈസൻസ് പുതുക്കാൻ വായോ കാണിച്ചു തരാമെന്നുള്ള മുദ്രാവാക്യം ഓരോരുത്തരും പറഞ്ഞുകൊണ്ട് നമ്മളെ വളരെ ഭീഷണിപ്പെടുത്തി പിരിച്ചെടുക്കുന്ന ഈ 100 രൂപകൾ തിരിച്ചെടുത്തിട്ട് പോലും നമ്മളിവിടെ കൊണ്ടുവച്ചിട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സൗകര്യമില്ല. ഒരാഴ്ചയുടെ മേളിലായി ഇപ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്നത്, 8 ദിവസം 11 ദിവസമായി ഇപ്പോൾ ഇതിന് ഇവിടെ ഇരിക്കുന്നു. ഇത് കൊണ്ടുപോകാനുള്ള സാഹചര്യം അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ പൈസ നമ്മുടെ ഇത് വാങ്ങിക്കാൻ ഇത് ഇവിടെ കൊണ്ട് അടിച്ചുകാണെങ്കിൽ ഇവരെ ആവശ്യമില്ലല്ലോ. പൊതുമരാമത്ത് KSEB തർക്കത്തെ തുടർന്ന് നന്ദിക്കര മാപ്രാണം റോഡിന്റെ നിർമ്മാണം പ്രതിസന്ധിയിലായതായി ആരോപിച്ച് പ്രതിഷേധവുമായി BJP. നബാർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് നന്ദിക്കര മാപ്രാണം റോഡിന്റെ വീതി കൂട്ടി ടാറിംഗ് നടക്കുന്നത്. റോഡിന്റെ വീതി കൂട്ടിയ ഭാഗത്തേക്ക് നിൽക്കുന്ന KSEBയുടെ 16ഓളം വൈദ്യുത പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് 7 ലക്ഷം രൂപയോളം KSEB PWDയോട് ആവശ്യപ്പെട്ടതോടെയാണ് റോഡിന്റെ നിർമ്മാണവും പ്രതിസന്ധിയിലായത്. ഇതേ റോഡിന്റെ KSEB കരുവന്നൂർ ഡിവിഷന്റെ കീഴിൽ വരുന്ന മാടായിക്കോണം നടുവിലാൽ പരിസരത്തെ ഒരു വൈദ്യുത പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുകയും രണ്ടാമത് ഒരു പുതിയ പോസ്റ്റ് ഇടുകയും ചെയ്തതിന് കരുവന്നൂർ KSEB ഡിവിഷനിൽ പൊതുമരാമത്ത് വകുപ്പ് അടച്ച സംഖ്യ 28,906 രൂപയാണ്. പറപ്പുകര KSEBയുടെ പിടിവാശി മൂലം വീതി കൂട്ടുന്നതിന് തടസ്സമായി നിൽക്കുന്ന പോസ്റ്റുകൾ മാറ്റിക്കൊടുക്കാത്തതിനാൽ റോഡിന്റെ പ്രവൃത്തികൾ ഏറ്റെടുത്ത കോൺട്രാക്ടർ പോസ്റ്റിനെ നിലനിർത്തിക്കൊണ്ടാണ് വീതി കൂട്ടിയിട്ടുള്ള ടാറിംഗ് നടത്തിപ്പോരുന്നത്. ഇത് യാത്രക്കാരുടെ ജീവന് വലിയ ഭീഷണിയാണ് നേരിടുന്നതെന്നും ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റിയ ശേഷം മാത്രം റോഡിന്റെ പണി പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പൊതുമരാമത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അല്ലാത്തപക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് പൊതുപ്രവർത്തകരായ ബൈജു ചെല്ലിക്കര, വടുതല നാരായണൻ, സുരേഷ് മേനോൻ, സുധീഷ് മുത്രത്തിക്കര എന്നിവർ അറിയിച്ചു. ഈ റോഡില് കഴിഞ്ഞ ദിവസം കോൺട്രാക്ടർ റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളെ നിലനിർത്തിക്കൊണ്ട് ടാറിങ്ങിന്റെ സോളിംഗ് മെറ്റൽ പരിപാടി നടത്തിയ സമയത്ത് നമ്മളൊരു പരാതിയുമായി PWD AEനെ സമീപിച്ചു. AEനെ സമീപിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഇത് KSEB പറപ്പുകര 16 പോസ്റ്റ് മാറ്റിയിടുന്നതിന് അവർ അപേക്ഷ വെച്ച സമയത്ത്
7,56,000 രൂപയോളം അടയ്ക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റിയിടാൻ വൈകുന്നത്. ഫണ്ട് അടയ്ക്കാൻ തടസ്സമുണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ പരമായിട്ട് അദ്ദേഹം പറയും ചെയ്തു, കരുവന്നൂർ ഡിവിഷനിൽ, അതായത് നമ്മുടെ ഈ നെടുമ്പാൾ കോന്തിമല പാടം കയറി മാടായിക്കോണം ആലിന്റെ പരിസരത്ത് വരുന്ന കരുവന്നൂർ ഡിവിഷനിൽ ഒരു പുതിയ പോസ്റ്റ് സ്ഥാപിക്കുന്നതിനും അതുപോലെ തന്നെ റോഡിൽ നിൽക്കുന്ന ഒരു പോസ്റ്റ് മാറ്റിയിടുന്നതിനും കൂടിയിട്ട് അവിടെ നിന്ന് അവര് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ അടച്ച തുക വെറും 28,906 രൂപയാണ്. അപ്പോ നമ്മുടെ പറപ്പൂര KICB നടത്തുന്ന ഈ ഒരു ഭീമമായ സംഖ്യ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് വികസനം ഇവിടെ തടസ്സപ്പെട്ടു നിൽക്കുന്നതും. നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 7 മീറ്റർ വീതി കൂട്ടുന്ന ഈ റോഡിൽ ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾ മാറ്റിയതിന് ശേഷം മാത്രം റോഡ് പണി തുടങ്ങിയാൽ മതി എന്നുള്ളത് PWDയെയും അതുപോലെ തന്നെ KICBയെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. KICBയുടെ പകൽക്കൊള്ളയാണ് സത്യം പറഞ്ഞാൽ ഈ വർക്ക് ഇങ്ങനെ അനിശ്ചിതത്വത്തിലേക്ക് നീളാൻ കാരണമെന്നാണ് PWD ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. എന്തായാലും KICBയും PWDയും തമ്മിലുള്ള തർക്കം മൂലം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ജനങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കാനും സാധ്യതയുള്ള ഈ പ്രദേശത്ത് എത്രയും പെട്ടെന്ന് അത് പരിഹാരമുണ്ടാക്കിക്കൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് പൊതുജനങ്ങളായിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾക്ക് ഈ ഇതിനെ ബന്ധപ്പെട്ട അധികാരികളോട് പറയാനുള്ളത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ കൊടകര പഞ്ചായത്തിലെ വല്ലപ്പാടിൽ നിർമ്മിക്കുന്ന ഷീ വർക്ക് സ്പേസിന്റെ നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന ആരോപണവുമായി കോൺഗ്രസ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കൈക്കൂലി കേസിൽ വിജിലൻസ് പിടികൂടിയിരുന്നു. കൈക്കൂലി കേസിൽ പിടിയിലായ ഉദ്യോഗസ്ഥനാണ് ഈ പ്രോജക്ടിന്റെ മേൽനോട്ടക്കാരൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് അഴിമതി ആരോപിക്കുന്നതെന്ന് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. കൂടാതെ ഇവിടെ നിർമ്മാണം നിലച്ചിട്ട് 5 മാസത്തോളമായെന്നും കമ്പികളെല്ലാം തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. പുതുക്കാട് UDF ചെയർമാൻ KL ജോസ്, DCC സെക്രട്ടറി TM ചന്ദ്രൻ, അളഗപ്പനഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, കൊടകര മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ MK ഷൈൻ, സദാശിവൻ കുർവത്ത്, VR രഞ്ജിത്ത്, ബാബു കൊട്ടേക്കാട്ടുകാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രനീല ഗിരീശൻ, ഷീബ ജോഷി, ബിജി ഡേവിസ് എന്നിവരടങ്ങിയ സംഘം സ്ഥലം സന്ദർശിച്ചു. വരും ദിവസങ്ങളിൽ നിരവധി സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ഇവിടെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഈ വർക്ക് നിന്നിട്ട് 5 മാസമായി കഴിഞ്ഞിരിക്കുന്നു. എടുത്തവർ പറഞ്ഞത് അവർക്ക് ഫണ്ട് കിട്ടുന്നില്ല, വർക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഇവിടെ ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഇവിടെ കമ്പി മുഴുവൻ തുരുമ്പ് പിടിച്ചിരിക്കുന്നു, വർക്ക് അനാഥമായി ആരും നോക്കാനില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നു. മൊത്തത്തിൽ ഇതിനെന്തോ ഒരു ശകുനിപ്പിശ ഉള്ളതുപോലെ തോന്നുന്നു. ഇവിടെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വർക്കിൽ അഴിമതിയുണ്ട്. കാരണം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കഴിഞ്ഞ ദിവസം വിജിലൻസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ കോടതി ജയിലിലടച്ചു. അദ്ദേഹം 56,000 രൂപ ഒരു ദിവസം കൈക്കൂലിയായി വാങ്ങിച്ചിരിക്കുന്നു. കോൺട്രാക്ടർമാർ 1 ലക്ഷത്തിൻ്റെയും 2 ലക്ഷത്തിൻ്റെയും 1 കോടിയുടെയും ഒക്കെ വർക്ക് ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പണം കൈക്കൂലിയായി ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൈപ്പറ്റിയിരിക്കുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് 30 കോടി രൂപ എസ്റ്റിമേറ്റുള്ള ഈ ബ്ലോക്കിലെ ഒപ്പം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു വർക്കാണ്. ഈ വർക്കിൽ അഴിമതിയുണ്ട് എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. ജനങ്ങൾ മുഴുവനും സംശയിക്കുന്നു. ഈ വർക്കിൽ 30 കോടി രൂപ എസ്റ്റിമേറ്റിൽ പറഞ്ഞ തുക ഉണ്ടാക്കിയിരിക്കുന്നത് 9 പഞ്ചായത്തുകളിൽ നിന്നുള്ള ഫണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട്, ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട്, ഒപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെയും ഫണ്ട്, കൂടാതെ നബാർഡിൻ്റെ ഫണ്ട്. ഇത്രയും വലിയ എസ്റ്റിമേറ്റ് ഉള്ളൊരു വർക്കിന് നോക്കാൻ ആളില്ലാത്ത വിധം ഇന്ന് AXC ജയിലിലാണ്. അതിന് പകരം പുതിയൊരു AXC വന്നിട്ടില്ല, വർക്ക് നടക്കുന്നില്ല. സ്വാഭാവികമായും എന്തൊക്കെയോ ജനങ്ങൾ സംശയിക്കുന്നു. 1 മാസത്തിനിടെ 2 തവണ അടച്ച കുഴി ശക്തമായ മഴയിൽ വീണ്ടും തുറന്നു. മെക്കാഡം ടാറിംഗ് നടത്തി നവീകരിച്ച കൊടകര കോടാലി റോഡിലെ നെല്ലിപ്പറമ്പിലാണ് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് മരണക്കെണിയൊരുക്കി കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. മെക്കാഡം റോഡിൽ മാസങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ട കുഴി അപകടങ്ങൾക്ക് കാരണമായതിനെ തുടർന്ന് 1 മാസം മുമ്പ് അധികൃതർ അറ്റകുറ്റപ്പണി നടത്തി അടച്ചിരുന്നു. മഴ തുടങ്ങിയതോടെ ടാറിംഗ് ഇളകി കുഴി തുറന്നപ്പോൾ അധികൃതർ വീണ്ടും കുഴിയടച്ചു. എന്നാൽ ദിവസങ്ങൾക്കകം മെറ്റലും ടാറും ഇളകിപ്പോയി റോഡിലെ കുഴി പിന്നെയും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. രാത്രിയിൽ ഇതുവഴി സഞ്ചരിക്കുന്ന വാഹനയാത്രക്കാർക്ക് ഈ കുഴി പെട്ടെന്ന് കാണാനാവാത്തതിനാൽ അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മറ്റത്തൂർക്കുന്ന് ആറ്റപ്പള്ളി റോഡിൽ കുഴികൾ നിറയുന്നു.
കൊടകരയിൽ നിന്ന് നന്ദിപുലം, വരന്തരപ്പള്ളി, മുപ്പിളിയം എന്നിവിടങ്ങളിലേക്ക് ആറ്റപ്പള്ളി പാലത്തിലൂടെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന റോഡാണിത്. കുഴികൾ നിറഞ്ഞതുമൂലം ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായി മാറിയിട്ടുണ്ട്. ആറ്റപ്പള്ളിയിൽ നിന്ന് മറ്റത്തൂരിലേക്ക് പോകുന്ന ഭാഗത്ത് 200 മീറ്ററോളം റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മാസങ്ങൾക്ക് മുൻപേ കുഴികൾ രൂപപ്പെട്ട റോഡ് മഴക്കാലമായതോടെ കൂടുതൽ ശോച്യാവസ്ഥയിലായി. യാത്രാ ദുരിതം കണക്കിലെടുത്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മുരിയാട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രതി ഗോപി അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ സുനിത രവി പദ്ധതി വിശദീകരിച്ചു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KU വിജയൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സരിത സുരേഷ്, സെക്രട്ടറി KP ജസീന്ത, അസിസ്റ്റന്റ് സെക്രട്ടറി PB ജോഷി, പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് തൊകലത്ത്, AS സുനിൽകുമാർ, നിജി വത്സൻ, K വൃന്ദകുമാരി, ജിനി സതീശൻ, ശ്രീജിത്ത് പട്ടത്ത്, നികിത അനൂപ്, സേവ്യർ ആളുകാരൻ, മനീഷ മനീഷ്, റോസ്മി ജയേഷ്, മണി സജയൻ, നിത അർജുനൻ എന്നിവർ സന്നിഹിതരായി. ഇൻസ്പയർ ഇൻഷുറൻസ് പദ്ധതിയിലൂടെയാണ് ഹരിതകർമ്മസേനയ്ക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കിയിട്ടുള്ളത്. ഘട്ടം ഘട്ടമായിട്ടാണ് ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുക. ഹരിതകർമ്മസേനയുടെ അജൈവ മാലിന്യ ശേഖരത്തിൽ കയറിക്കൂടിയ പാമ്പിനെ പിടികൂടി വനത്തിൽ വിട്ടയച്ചു. മട്ടത്തൂർ പഞ്ചായത്തിൽ വീടുകളിൽ നിന്നും ശേഖരിച്ച് റോഡരികിൽ സൂക്ഷിച്ചിരുന്ന മാലിന്യ ശേഖരത്തിലാണ് പാമ്പിനെ കണ്ടത്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ ഷിൻസൺ നായാട്ടുകുണ്ടിനെ അറിയിച്ചതിനെ തുടർന്ന് പാമ്പിനെ പിടിച്ച് വനത്തിൽ വിട്ടയച്ചു. അതിരപ്പള്ളിയിൽ ആംബുലൻസിനു നേരെ പാഞ്ഞെടുത്ത് കാട്ടുകൊമ്പൻ കബാലി. തിങ്കളാഴ്ചയായിരുന്നു അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ പരിഭ്രാന്തി പരത്തി കബാലിയുടെ വിളയാട്ടം. വൈകുന്നേരം 1 മണിക്കൂർ ആനമല റോഡിൽ നിലയുറപ്പിച്ച ആന മറ്റു വാഹനങ്ങളും തടഞ്ഞിട്ടു. ഇതിനിടെ ആംബുലൻസിന് നേരെ കബാലി പാഞ്ഞെടുത്തു. അടിച്ചിൽ തൊട്ടി ഊരിലെ 2 രോഗികളെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം തിരികെ മലക്കപ്പാറയ്ക്ക് വന്നിരുന്ന ആംബുലൻസാണ് കാട്ടാന തടഞ്ഞിട്ടത്. ആനയുടെ വിളയാട്ടം മൂലം നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും 1 മണിക്കൂറോളം വഴിയിൽ കുടുങ്ങി. പിന്നീട് സ്വമേധയാ ആന കാടുകയറിയതിനു ശേഷമാണ് റോഡ് ഗതാഗത യോഗ്യമായത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിയ 3 മാസത്തെ നൈപുണ്യ വികസന പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ അധ്യക്ഷയായി. ഫെബ്രുവരി 19 മുതൽ മെയ് 18 വരെ ഖാദി കമ്മീഷൻ നടപ്പാക്കിയ GST ടാലി പരിശീലനം പൂർത്തിയാക്കിയ 10 പേർക്കാണ് സർട്ടിഫിക്കറ്റുകൾ നൽകിയത്. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ VS എബി എന്നിവർ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായന പക്ഷാചരണ സമാപനവും IV ദാസ് അനുസ്മരണവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. കരിങ്കാളി ഫെയും അനൂപ് പുതിയടത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് I ബാലഗോപാലൻ IV ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കേന്ദ്ര ഗ്രന്ഥശാല PSC പഠന കൂട്ടായ്മയിൽ നിന്നും സർക്കാർ സർവീസിലേക്ക് പ്രവേശിച്ച പ്രനീഷ് P മേനോനെ ചടങ്ങിൽ ആദരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗം പ്രനീല ഗിരീശൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ AR രാജേശ്വരി, ലൈബ്രറിയൻ സുഷമ T ശാന്തൻ, KB തിലകൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വിവിധ മത്സരാർത്ഥികൾക്ക് സമ്മാന വിതരണവും നടത്തി. തുടർന്ന് കലാസാഹിത്യ കൂട്ടായ്മ അംഗങ്ങളുടെ കവിതാലാപനവും നടന്നു. നമ്മളുടെ ഗ്രന്ഥശാലയുടെ മെമ്പർഷിപ്പ് എടുത്ത ആളുകളാണ്, കുട്ടികളാണ്. അതുപോലെ തന്നെ വിവിധ സ്കൂളുകളിൽ നിന്ന് റെഫറൻസിന് നമ്മുടെ ഗ്രന്ഥശാലയിലേക്കാണ് വരുന്നത്. അതുപോലെ വിവിധങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ വരുമ്പോൾ തന്നെ അത് വായനക്കാരിലേക്ക് എത്തിക്കുന്ന പണി മുമ്പുള്ള ലൈബ്രറിയിലും ഇപ്പോൾ സൂക്ഷ്മമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരന്തരപ്പള്ളി CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം 2024 സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. മുൻ പ്രധാനാധ്യാപകൻ ജോഫി C മഞ്ഞളിയെ ആദരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ, പ്രധാനാധ്യാപകൻ ജോവൽ V ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീല ജോർജ്, PTA പ്രസിഡന്റ് PC ജോസ് എന്നിവർ മൊമന്റോ നൽകി. ജോൺ തുലാംപറമ്പിൽ, ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര, ബെജിൻ പ്രിൻസ്, ജിൻസി ബിജു, ജെൽമ K കിഴക്കൂടൻ, ജെമ്മ വർഗീസ്, IA ഗ്രേസി,
കെ ജലിപ്സ് പോൾ എന്നിവർ സന്നിഹിതരായി. പരന്തരപ്പള്ളി അസംഷൻ ഹൈസ്കൂൾ നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ അക്കാദമിക് മേഖലയിലും അക്കാദമിക് ഇതരമായ മേഖലയിലും നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അതിലേറെ സന്തോഷിക്കുന്നവരാണ്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു സ്കൂളാണ് CGMHS സ്കൂൾ. ഞാൻ എപ്പോഴും പറയുന്നത് പ്രിൻസിപ്പാൾ ജോബി മാഷ് എന്തൊരു ചുറുചുറുക്കോടെ എല്ലാ കാര്യങ്ങളും ഏതൊരു കാര്യത്തിനായാലും പഞ്ചായത്തിൽ വന്ന് എന്തൊരു വികസനമായിട്ട് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും അദ്ദേഹം എപ്പോഴും മുന്നിലുണ്ടാവും. അതേപോലെ തന്നെയാണ് ഇപ്പൊ എത്തിയ പ്രിൻസിപ്പാളും ഒട്ടും മോശമില്ലാന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയും വിജയ ശതമാനം 60 കുട്ടികൾക്കാണ് നമ്മുടെ സ്കൂളിന്റെ CGMA ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അഭിമാന താരങ്ങളാണ് എന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത്. വളരെ സന്തോഷം ഉണ്ട്. വലിയ ഒരു സ്കൂൾ, ഇത്രയും വലിയൊരു സ്കൂൾ നമ്മുടെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയിൽ ഈ വർഷം SSLC റിസൾട്ടിൽ 2ാം സ്ഥാനമാണ് നേടിയത്. 2ാം സ്ഥാനം. പൂക്കോട് വട്ടണാത്ര മേടംകുളങ്ങര ക്ഷേത്രത്തിൽ ബുധനാഴ്ച പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കും. ക്ഷേത്രം തന്ത്രിമാരായ വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി, തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. രാവിലെ 5:30 ഗണപതി ഹോമവും 6 മുതൽ നവകവും പഞ്ചഗവ്യവും വിശേഷാൽ പൂജകൾ 8 ശ്രീഭൂതബലിയും 9 എഴുന്നള്ളിപ്പും നടക്കും. ഉച്ചയ്ക്ക് 11:30 മുതൽ പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും. ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ കൊല്ലേരി ദിവാകരൻ, കീളത്ത് മോഹനൻ, രാംദാസ് കൊല്ലേരി എന്നിവർ നേതൃത്വം നൽകും. ചെങ്ങാലൂർ വിളക്കപ്പാടി മഹാദേവ ക്ഷേത്രത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പ്രതിഷ്ഠാദിനം നടക്കും. ക്ഷേത്രം തന്ത്രി TS വിജയനാണ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് ധർമ്മദൈവ ക്ഷേത്ര സംഗമവും പഞ്ചാരിമേളവും നടക്കും. പ്രതിഷ്ഠാദിനമായ വെള്ളിയാഴ്ച മഹാഗണപതി ഹോമവും ഉച്ചപൂജയും ശ്രീഭൂതബലിയും നടക്കും. അന്നദാനവും ഉണ്ടായിരിക്കും. പുതുക്കാട് താലൂക്ക് ആശുപത്രിയുടെ വികസന കാര്യത്തിൽ അധികൃതർ ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ബുധനാഴ്ച കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധർണയും മാർച്ചും നടത്തും. പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരപരിപാടികൾ. ബുധനാഴ്ച രാവിലെ 10 നടക്കുന്ന മാർച്ച് പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. കുത്തനെ ഉയർന്ന സ്വർണ്ണവില തുടർച്ചയായ 2ാം ദിവസമാണ് കുറയുന്നത്. ചൊവ്വാഴ്ച 280 രൂപയാണ് കുറഞ്ഞത്. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 53,680 രൂപയാണ്. തിങ്കളാഴ്ച 160 രൂപ കുറഞ്ഞിരുന്നു. 11 ദിവസങ്ങൾക്ക് ശേഷം ഈ മാസം ആദ്യമായാണ് തിങ്കളാഴ്ച സ്വർണ്ണവില കുറഞ്ഞത്. 54,000 മുകളിലുള്ള സ്വർണ്ണവില ഇതോടെ താഴെയെത്തി. 1 ഗ്രാം സ്വർണത്തിന്റെ വില ഗ്രാമിന് 6,710 രൂപയാണ്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ഫിഷർ വുമൺ ജില്ലാ ഓഫീസിൽ ഓഫീസ് അസിസ്റ്റന്റിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ഇംഗ്ലീഷ് മലയാളം ടൈപ്പ് റൈറ്റിംഗിൽ ഉള്ള പരിജ്ഞാനവും. താൽപര്യമുള്ളവർ ജൂലൈ മാസം 15-നകം നോഡൽ ഓഫീസർ, സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ, റീജിയണൽ ഷ്രിംപ് ഹാച്ചറി, അഴീക്കോട്, കൊടുങ്ങല്ലൂർ, തൃശൂർ 680666 എന്ന വിലാസത്തിൽ അപേക്ഷ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 62341708. മറ്റൊരു നമ്പർ 9745470331. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. പരീക്ഷ, കൂടിക്കാഴ്ച എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നിയമനം. ഈ മാസം 12-ന് കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങൾ www.gectcr.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0487233444. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,710 രൂപയും പവന് 53,680 രൂപയും രേഖപ്പെടുത്തി. പറപ്പൂക്കര നെടുമ്പാൾ ചക്കാലമറ്റത്ത് പനംകുളത്തുകാരൻ മേരി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൊച്ചുലോനപ്പനാണ് ഭർത്താവ്. ലൂയിസ്, രാജു, ഷീജ, ജെയ്സൺ, പ്രിൻസി, പ്രീത എന്നിവർ മക്കളും. ഷീബ, ശാന്ത, സെബാസ്റ്റ്യൻ, ലിജി, വർഗീസ്, ബിജു എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ വിതയത്തിൽ വിൽസൺ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10:30-ന് കല്ലൂർ സെയിന്റ് റാഫേൽ പള്ളിയിൽ.
പുതുക്കാട് കാഞ്ഞൂർ പുതുശ്ശേരി തെക്കുംപുറം ജോസ് ഭാര്യ മാഗി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് പുതുക്കാട് സെയിന്റ് ആന്റണീസ് പള്ളിയിൽ. സിസ്റ്റർ വിമല, പ്രിയ, സിസ്റ്റർ അമല എന്നിവർ മക്കളും ജോസ് കുവേലി മരുമകനുമാണ്. കല്ലൂർ പോന്നോരെ വള്ളുകുളം പിയൂസ് ഭാര്യ റോസ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9-ന് കല്ലൂർ സെയിന്റ് റാഫേൽസ് പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. അളഗപ്പനഗർ പഞ്ചായത്തിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ആഴ്ചകളായി വഴിയരികിൽ കൂട്ടിയിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈദ്യശാല സെന്ററിൽ പ്രതിഷേധ സമരം നടത്തി. പൊതുമരാമത്ത് KICB തർക്കത്തെ തുടർന്ന് നന്ദിക്കര മാപ്രാണം റോഡിന്റെ നിർമ്മാണം പ്രതിസന്ധിയിലെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി BJP. 1 മാസത്തിനിടെ 2 തവണ അടച്ച കുഴി ശക്തമായ മഴയിൽ വീണ്ടും തുറന്നു. നവീകരിച്ച കൊടകര കോടാലി റോഡിലെ നെല്ലിപ്പറമ്പിലാണ് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മറ്റത്തൂർക്കുന്ന് ആറ്റപ്പള്ളി റോഡിലും കുഴികൾ നിറയുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ കൊടകര പഞ്ചായത്തിലെ വല്ലപ്പാടിൽ നിർമ്മിക്കുന്ന ഷീ വർക്ക് സ്പേസിന്റെ നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന ആരോപണവുമായി കോൺഗ്രസ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.